ഒരു പള്ളിയിൽ അച്ഛൻ പാട്ടുകാരൻ അല്ലേ, അങ്ങനെ പൊതുവെ പറയും അച്ഛനൊരു പാട്ടുകാരനാട്ടോ. അച്ഛന് അങ്ങനെ പറയുന്നുണ്ട്. ചില അച്ഛന് വേറെ പണിയൊന്നുമില്ലേ, പാട്ടും പാടി ഡാൻസും ചെയ്ത് നടക്കും, അങ്ങനെ പറയുന്നവരുണ്ട്. സമൂഹമാണ് എത്രയോ പേര് അല്ലേ. അങ്ങനെ നേരിട്ട് പറഞ്ഞപ്പോൾ ഉണ്ടായ അനുഭവം എന്തായിരിക്കും? അങ്ങനെ പറഞ്ഞവർ നേരിട്ട് പറയുമ്പോൾ അനുഭവം. നേരിട്ട് പറഞ്ഞാൽ ഞാൻ ഉടനെ പ്രതികരിക്കും. അതാണ് എൻ്റെ ഒരു സ്വഭാവം. കാരണം ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ കോമഡി ഉത്സവത്തിൽ പോയപ്പോൾ അവിടെ പ്രചോദേട്ടൻ പറഞ്ഞത് അച്ഛനൊരു അച്ഛനാണ്, അതുപോലെ അച്ഛൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നു മറ്റു ആളുകളുടെ നമ്മളൊരു ദേശത്ത് ചെല്ലുമ്പോൾ ഒരു ദേശത്തിൻ്റെ അച്ഛനാണ്. നമ്മൾ നമ്മുടെ ഇടവകയിലുള്ള ആളുകളെ മാത്രമല്ലല്ലോ. അപ്പോൾ പാട്ടെന്ന് പറയുന്ന ഒരു മാധ്യമത്തിലൂടെ ഒത്തിരി ആളുകളിലോട്ട് എത്തിപ്പെടാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളത് എനിക്കത് വലിയ കാര്യമാണ്. അപ്പം അതുകൊണ്ട് എന്നെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്താൽ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഞാൻ എൻ്റെ ഇടവകയിലെ കാര്യങ്ങൾ നോക്കുകയും അതോടൊപ്പം പാട്ടെന്ന് പറയുന്ന ആ ഒരു സംഗീതം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ അതിനെ നിങ്ങൾ എന്തിനാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്? നിങ്ങൾ നമ്മുടെ ഇടവകയിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ടല്ലേ, അല്ല പാട്ടെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമല്ലോ. പാട്ടെന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷനായിട്ട് ഞാൻ എടുക്കുന്നില്ലല്ലോ.